ഹായ് എവരി വൺ. ഇന്ത്യ ആറ്റിക് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 10ാം ക്ലാസ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠമായിട്ടുള്ള ഇന്ത്യ ആറ്റിക് എന്ന് പറയുന്ന പാഠത്തിലെ ആക്ടിവിറ്റീസ് ആണ്. ലെറ്റ്സ് റീകോൾ ആൻഡ് റീക്രിയേറ്റ് എന്ന് പറയുന്ന ഭാഗത്തുള്ള ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് എന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ആൻസേഴ്സിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റി ആയിട്ട് വരുന്നത് We have seen how Spillman gains the strength to carry on in spite of the horrors of the Second World War. Millions of people all over the world suffer the terrors of war and other conflicts even today. എന്നാണ് പറയുന്നത്. നമ്മൾ സ്പിൽമാന് അദ്ദേഹത്തിന്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയം, 2ാം ലോക മഹായുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്തും അദ്ദേഹം എങ്ങനെയാണ് ശക്തി ആർജിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. മില്യൺസ് ഓഫ് പീപ്പിൾ ആൾ ഓവർ ദി വേൾഡ് സഫർ ദ ടെറേഴ്സ് ഓഫ് വാർ ആൻഡ് അതർ കോൺഫ്ലിക്ട്സ് ഈവൻ ടുഡേ. ഇന്ന് പോലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളും യുദ്ധങ്ങളുടെ ഭീകരതയൊക്കെ അനുഭവിക്കുന്നുണ്ട്. Let's create a wall of hope display featuring pictures, quotes and suggestions to help the world end war for all the time. എന്നേക്കുമായി യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വാൾ ഓഫ് ഹോപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്താലോ എന്നാണ്. വാൾ ഓഫ് ഹോപ്പ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയുടെ ഒരു ചുമര് നിർമ്മിച്ചാലോ. എന്താണ് അതിൽ ചെയ്യേണ്ടത്? ഡിസ്പ്ലേ പ്രദർശിപ്പിക്കുക, ഫീച്ചറിങ് പിക്ചേഴ്സ് ചിത്രങ്ങൾ, കോഡ്സ് ചില ആൾക്കാർ പറഞ്ഞ കാര്യങ്ങൾ, ആൻഡ് സജഷൻസ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ. അപ്പോൾ യുദ്ധത്തിനെതിരെ യുദ്ധം അവസാനിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു വാൾ ഓഫ് ഹോപ്പ് എങ്ങനെ നിർമ്മിക്കുക എന്നുള്ളതാണ്. താഴെ നിങ്ങൾക്ക് ഒരു മോഡൽ തന്നിട്ടുണ്ട് അല്ലെ. പല പോസ്റ്ററുകളും അതുപോലെ തന്നെ പറയുന്ന കോഡ്സുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഒരു പോസ്റ്റർ തന്നിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ. രണ്ടാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ആഫ്റ്റർ സർവൈവിംഗ് ദ വാർ സ്പിൽമാൻ ഈസ് ബാക്ക് അറ്റ് പോളിഷ് റേഡിയോ അഗെയിൻ. Imagine you are a podcaster and Spillman agrees to do a podcast episode with you. Taking cues from the excerpt, prepare the script of a radio podcast. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു ചെറിയ ഭാഗം തന്നിട്ടുണ്ട്, നമ്മുടെ കഥയുടെ ചെറിയൊരു ഭാഗം. അവസാനമായിട്ട് ആ ജർമ്മൻ ഓഫീസർ അങ്ങോട്ട് വന്നതും അയാൾ പോകുന്നത് വരെ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നുണ്ട്. അതിനടിസ്ഥാനമാക്കിയിട്ട് ഒരു പോഡ്കാസ്റ്റ് തയ്യാറാക്കാനാണ്. എന്നാണ് ആഫ്റ്റർ സർവൈവിംഗ് ദ വാർ, യുദ്ധത്തിൽ നിന്നും അതിജീവിച്ചതിന് ശേഷം, രക്ഷപ്പെട്ടതിന് ശേഷം സ്പിൽമാൻ ഈസ് ബാക്ക് അറ്റ് പോളിഷ് റേഡിയോ അഗെയിൻ. നമ്മുടെ സ്പിൽമാന് പോളിഷ് റേഡിയോയിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ഇമാജിൻ സങ്കല്പിക്കുക, യു ആർ എ പോഡ്കാസ്റ്റർ, നിങ്ങൾ ഒരു പോഡ്കാസ്റ്റർ ആണെന്ന് സങ്കല്പിക്കുക അല്ലെ. നമ്മൾ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനെയാണ് പോഡ്കാസ്റ്റർ എന്ന് പറയുന്നത്, കുറെ ആൾക്കാർ കൂടിയിരുന്നിട്ട്. അപ്പോൾ സ്പിൽമാൻ അഗ്രീസ് ടു ഡു എ പോഡ്കാസ്റ്റ് എപ്പിസോഡ് വിത്ത് യു. നമ്മുടെ സ്പിൽമാന് നിങ്ങളോടൊപ്പം ഒരു പോഡ്കാസ്റ്റ് എപ്പിസോഡ് ചെയ്യാൻ വേണ്ടി തയ്യാറാകുന്നു, സമ്മതിക്കുന്നു. നിങ്ങൾ ഈ തന്നിരിക്കുന്ന ഭാഗം നോക്കിയിട്ട് എന്ത് ചെയ്യണം, ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കണം റേഡിയോ പോഡ്കാസ്റ്റിന് വേണ്ടിയിട്ട്. ഇതാണ് ചോദ്യം. അപ്പൊ താഴെ ഒരു സാമ്പിൾ തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. പോഡ്കാസ്റ്റ് നെയിം സ്റ്റോറീസ് ഓഫ് ഹോപ്പ്. എപ്പിസോഡ് നെയിം ദ പിയാനോ മാൻസ് ബിഗ് താങ്ക് യു. പോഡ്കാസ്റ്റിന്റെ പേര് സ്റ്റോറീസ് ഓഫ് ഹോപ്പ് എന്നാണ്, പ്രതീക്ഷയുടെ കഥകൾ എന്നാണ്. ഈ എപ്പിസോഡിന്റെ പേര് ദ പിയാനോ മാൻസ് ബിഗ് താങ്ക് യു എന്നുള്ളതാണ്. ഹാപ്പി കാം പിയാനോ മ്യൂസിക് പ്ലേസ് ജനറലി ദെൻ ഗെറ്റ്സ് ക്വയറ്റ്. തുടങ്ങുമ്പോൾ ഒരു ചെറിയ സന്തോഷം നൽകുന്ന ഒരു ശാന്തമായിട്ടുള്ള ഒരു പിയാനോ മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട്, അത് പതിയെ മാഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് ഇവിടെ പോഡ്കാസ്റ്റർ ആയിട്ടുള്ളത്, നിങ്ങളാണ് ഹോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഹലോ എവരി വൺ, വെൽക്കം ടു സ്റ്റോറീസ് ഹോപ്പ്. ടുഡേ വി ഹാവ് എ വെരി സ്പെഷ്യൽ ഗസ്റ്റ്, മിസ്റ്റർ സ്പിൽമാൻ. ഹി ഈസ് എ വണ്ടർഫുൾ പിയാനോ പ്ലെയർ. മിസ്റ്റർ സ്പിൽമാൻ, താങ്ക് യു ഫോർ ബീങ് ഹിയർ. അപ്പൊ എല്ലാവരെയും സ്വാഗതം ചെയ്യണം. വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് ഹോം എന്ന് പറയുന്ന ഈ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടുഡേ വി ഹാവ് എ വെരി സ്പെഷ്യൽ ഗസ്റ്റ്. ഇന്ന് നമുക്ക് വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു ഗസ്റ്റ് ഉണ്ട്. മിസ്റ്റർ സ്പിൽമാൻ. ആരാണ്? സ്പിൽമാൻ ആണ് ഗസ്റ്റ്. ഈസ് എ വണ്ടർഫുൾ പിയാനോ പ്ലെയർ. അദ്ദേഹം വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു പിയാനോ വായിക്കുന്ന ഒരു മനുഷ്യനാണ്. മിസ്റ്റർ സ്പിൽമാൻ, താങ്ക് യു ഫോർ ബീങ് ഹിയർ. ഇവിടേക്ക് വന്നതിന് താങ്കൾക്ക് നന്ദി എന്ന് സ്പിൽമാനോട് പറയുന്നു. സ്പിൽമാൻ തിരിച്ചു പറയുന്നത് എന്താ? ഇറ്റ്സ് ഗുഡ് ടു ബി ഹിയർ അഗെയിൻ. ദിസ് പ്ലേസ് മേക്സ് മീ റിമെമ്പർ മെനി തിങ്സ്. ഇവിടെ വരാൻ നമുക്ക് സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. ഈ സ്ഥലം എന്നെ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഹോസ്റ്റ് നിങ്ങൾ ചോദിക്കുകയാണ്, വി നോ യു വെന്റ് ത്രൂ എ വെരി ടഫ് ടൈം ഇൻ ദി വാർ. നിങ്ങൾ ഈ യുദ്ധത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള സമയത്തിലൂടെ കടന്നു പോയെന്ന് ഞങ്ങൾക്കറിയാം. Can you tell us about the last time you saw a kind German officer who helped you? നിങ്ങളെ സഹായിച്ച ഒരു ജർമ്മൻ ഓഫീസറുടെ ദയയെക്കുറിച്ച്, അയാളെ കുറിച്ചൊന്ന് ഞങ്ങളോട് സംസാരിക്കാമോ എന്ന് ചോദിക്കുന്നു. സ്പിൽമാൻ പറയാം, യെസ്, ഇറ്റ് വാസ് ഓൺ ഡിസംബർ 12th. അതെ, അതൊരു ഡിസംബർ 12-നായിരുന്നു. ഹി ബ്രോട്ട് മീ മോർ ബ്രെഡ് ആൻഡ് എ വാം ബ്ലാങ്കറ്റ്. അദ്ദേഹം എനിക്ക് വേണ്ടി കൂടുതൽ റൊട്ടികളും ഒരു ബ്ലാങ്കറ്റ്, ഒരു പുതപ്പ് അല്ലെങ്കിൽ ഒരു മെത്തയൊക്കെ കൊണ്ടുവന്നു. ഹി സെഡ് ഹി വാസ് ലീവിംഗ് ആൻഡ് ടോൾഡ് മീ നോട്ട് ടു ഗിവ് അപ്പ് എ ഹോപ്പ്. അദ്ദേഹം പറഞ്ഞു എന്നോട് അദ്ദേഹം ഈ സ്ഥലം വിട്ടു പോവുകയാണെന്നും എന്നോട് പ്രതീക്ഷ കൈവിടരുതെന്നും അദ്ദേഹം എന്നോട് പറഞ്ഞു. അപ്പൊ ഹോസ്റ്റ് നിങ്ങൾ ചോദിക്കുകയാണ്, ദാറ്റ് മസ്റ്റ് ഹാവ് ബീൻ എ ലിറ്റിൽ സ്കേറി. ഡിഡ് യു വെറി അബൌട്ട് വാട്ട് വുഡ് ഹാപ്പൻ നെക്സ്റ്റ്? അപ്പോ അയാൾ അങ്ങനെ പോവുക എന്ന് പറയുന്നത് അതെന്താണ്, പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണല്ലോ. അപ്പൊ നിങ്ങൾ അടുത്തതായിട്ട് എന്താണ് സംഭവിക്കുക എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് പേടി ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു.
സ്പിൽമാൻ പറയാം, യെസ് ഐ ആസ്ക്ഡ് ഹിം. അതെ, എനിക്ക് പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? ഹൗ വിൽ ഐ സ്റ്റേ സേഫ് നോ? ഇനി ഞാൻ എങ്ങനെയാണ് സുരക്ഷിതനായിട്ടിരിക്കുക എന്ന് അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹോസ്റ്റ് നിങ്ങൾ ചോദിക്കാണ്, വാട്ട് ഡിഡ് ഹി സേ ടു മേക്ക് യു ഫീൽ ബെറ്റർ? നിങ്ങളെ ഫീൽ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അയാൾ എന്താണ് അപ്പോൾ മറുപടി പറഞ്ഞതെന്ന് ചോദിച്ചു. സ്പിൽമാൻ ഹി സെഡ്, അദ്ദേഹം പറഞ്ഞത്, ഇഫ് യു ബോത്ത് മേഡ് ഇറ്റ് ത്രൂ ഓൾ ദീസ് ഇറ്റ് മീൻസ് ഗോഡ് വാണ്ട്സ് us ടു ലീവ്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും വർഷങ്ങൾ നമ്മൾ ഈ ബുദ്ധിമുട്ടുകളൊക്കെ കഴിഞ്ഞു വന്നല്ലോ, നമ്മൾ ഇതുവരെ മരിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ജീവിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ തീരുമാനമാണെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ അടുത്തായിട്ട് ഹോസ്റ്റ് പറയാം, ഓ ദാറ്റ്സ് എ സ്ട്രോങ് മെസ്സേജ്. അതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെസ്സേജ് തന്നെയാണ്. ആൻഡ് യു വാണ്ടഡ് ടു താങ്ക് ഹിം റൈറ്റ്? നിങ്ങൾക്ക് അയാളോട് നന്ദി പറയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലേ എന്ന് ചോദിച്ചു. യു ടോൾഡ് ഹിം യുവർ നെയിം? നിങ്ങൾ അയാളോട് നിങ്ങളുടെ പേര് പറഞ്ഞു എന്ന് നിങ്ങൾ ചോദിക്കുന്നു. സ്പിൽമാൻ പറയാം, യെസ് വി ആർ സെയിങ് ഗുഡ് ബൈ. ഞങ്ങള് ഇവിടെ പറയുന്ന സമയത്ത് ഐ ഹാഡ് എൻ ഐഡിയ, എനിക്കൊരു ചിന്തയുണ്ടായിരുന്നു. ഐ ഹെൽഡ് ഹിസ് ഹാൻഡ്, ഞാൻ അയാളുടെ കൈ പിടിച്ചു. ടോൾഡ് ഹിം മൈ നെയിം, അദ്ദേഹത്തോട് എന്റെ പേര് പറഞ്ഞു. ഐ സെറ്റ്, ഞാൻ പറഞ്ഞു, ഇഫ് ഐ ലൈഫ്, ഞാൻ ജീവിക്കുകയാണെങ്കിൽ, ഐ വിൽ വർക്ക് അറ്റ് പോളിഷ് റേഡിയോ അഗൈൻ, ഞാൻ വീണ്ടും പോളിഷ് റേഡിയോയിലായിരിക്കും ജോലി ചെയ്യുക. ലൈക്ക് ബിഫോർ ദി വാർ, ഈ യുദ്ധത്തിന് മുമ്പ് ഞാൻ അവിടെ ആയിരുന്നല്ലോ അതുപോലെ. ഇഫ് യു എവർ നീഡ് ഹെൽപ്പ്, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ, റിമെമ്പർ മൈ നെയിം സ്പിൽമാൻ പോളിഷ് റേഡിയോ, നിങ്ങൾ എന്റെ പേര് ഓർക്കണം, എന്റെ പേര് സ്പിൽമാൻ ആണ്, ഞാൻ പോളിഷ് റേഡിയോയിലാണ് ജോലി ചെയ്യുന്നത് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. അപ്പൊ ഹോസ്റ്റ് നിങ്ങൾ ചോദിക്കണം വീണ്ടും, ഹൗ ഡിഡ് ഹി റിയാക്ട് വെൻ യു സെഡ് ദാറ്റ്? നിങ്ങൾ അത് പറഞ്ഞപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് റിയാക്ട് ചെയ്തത് എന്ന് ചോദിച്ചു. സ്പിൽമാൻ പറയാം, ഹി ജസ്റ്റ് സ്മൈൽഡ് എ ലിറ്റിൽ, അദ്ദേഹം വെറുതെ ഒന്ന് ചിരിച്ചു. ലൈക്ക് ഹി വാസ് ഷൈ, ഒരു നാണത്തോട് കൂടിയുള്ള ചിരി. ബട്ട് ഐ തിങ്ക് ഇറ്റ് മെയ്ഡ് ഹിം ഹാപ്പി, പക്ഷെ എനിക്ക് തോന്നി ഞാൻ ചെയ്ത കാര്യം അദ്ദേഹത്തെ സന്തോഷപ്പെടുത്തി എന്ന് എനിക്ക് തോന്നി. ദാറ്റ് ഐ വാണ്ടഡ് ടു ഹെൽപ്പ് ഹിം, എനിക്ക് അയാളെ സഹായിക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് അയാൾ അറിഞ്ഞല്ലോ, അത് അദ്ദേഹത്തിന് സന്തോഷം നൽകിയെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് പറഞ്ഞു. ഹോസ്റ്റ് നിങ്ങൾ ചോദിക്കുന്ന അടുത്ത ചോദ്യം, മിസ്റ്റർ സ്പിൽമാൻ, യുവർ സ്റ്റോറി റിമൈൻസ് us that even sad times people can be kind and help each other. സ്പിൽമാൻ, താങ്കളുടെ കഥ ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണെന്നറിയോ? എത്ര സങ്കടകരമായുള്ള സമയത്തും ജനങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദയ കാണിക്കാനും സഹായിക്കാനും കഴിയുമെന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. താങ്ക് യു ഫോർ ഷെയറിംഗ് യുവർ അമേസിംഗ് സ്റ്റോറി വിത്ത് us ടുഡേ. ഇന്ന് ഞങ്ങളോട് താങ്കളുടെ വളരെ അത്ഭുതകരമായ ഈ കഥ പങ്കുവച്ചതിന് നന്ദി. സ്പിൽമാൻ, താങ്ക് യു ഫോർ ലിസണിങ്, കേട്ടതിന് നന്ദി എന്ന് പറയുന്നു. ഹോസ്റ്റ്, ദാറ്റ്സ് ഓൾ ഫോർ സ്റ്റോറീസ് ഓഫ് ടുഡേ. സീ യു നെക്സ്റ്റ് ടൈം. ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ അവസാനിക്കുകയാണ്. വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ ഹാപ്പി കാം പിയാനോ മ്യൂസിക് പ്ലേസ് ജനറലി ടു എൻഡ്. അവസാനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? തുടക്കത്തിലെ പോലെ തന്നെ സന്തോഷം നൽകുന്ന ഒരു ശാന്തമായ ഒരു പിയാനോ മ്യൂസിക് അവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി നമ്പർ 3 ആണ്. പ്രിപ്പയർ എ റൈറ്റ് അപ്പ് ഓൺ ദി പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ റെഫ്യൂജീസ് ഓഫ് വാർ ഇൻ ദി പ്രസന്റ് ടൈം. ഇന്നത്തെ കാലത്ത് ഒരു യുദ്ധത്തിന്റെ റെഫ്യൂജീസ്, അഭയാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊരു റൈറ്റ് അപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ്. ഒരു സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ റെഫ്യൂജീസ്, അതാണ് ടൈറ്റിൽ. അപ്പൊ റൈറ്റ് അപ്പ് ചെയ്തപ്പോൾ നമ്മൾ ടൈറ്റിൽ എഴുതണം. ആ ടൈറ്റിൽ എഴുതിയിട്ടുണ്ട്. ഇതിന് താഴെ, മെനി പീപ്പിൾ ഇൻക്ലൂഡിങ് ചിൽഡ്രൻ ഹാവ് ടു റൺ അവേ ഫ്രം ദെയർ ഹോംസ് ബിക്കോസ് ഓഫ് വാർ. ഒരുപാട് ആൾക്കാർക്ക്, കുട്ടികളടക്കമുള്ള ആൾക്കാർക്ക് ഈ അവരുടെ സ്വന്തം വീട് വിട്ട് ഓടിപ്പോകേണ്ടി വരുന്നുണ്ട് യുദ്ധം കാരണം. ദിസ് മീൻസ് ദേ ലീവ് എവറിത്തിങ് ബിഹൈൻഡ്, ദെയർ ഹൗസസ്, ടോയ്സ് ആൻഡ് സംതിങ്, ഈവൻ ദെയർ ഫാമിലീസ് ഗെറ്റ് സെപ്പറേറ്റഡ്. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? വീട് വിട്ട് ഇറങ്ങി പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം ഉപേക്ഷിച്ച് പോവാന്നാണ് അതിനർത്ഥം. വീട്, കളിപ്പാട്ടങ്ങള്, അതുപോലെ ചിലപ്പോൾ ഫാമിലി തന്നെ എന്ത് ചെയ്യും? സെപ്പറേറ്റ് ആയി പോകും അല്ലെ, വിട്ടുപിരിയേണ്ടി വരും. ഇതൊക്കെ സംഭവിക്കും. അപ്പൊ ടോയ്സ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് ടോയ് എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്. അതുകൊണ്ടാണ് ടോയ്സ് എന്നുള്ള വാക്കോട് ഉപയോഗിക്കാനുള്ള കാരണം. ദ ജേർണി ടു എ സേഫ് പ്ലേസ് ഈസ് ഓഫൻ വെരി ഡേഞ്ചറസ്. ഒരു സുരക്ഷിതമായ സ്ഥലത്തേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ഡേഞ്ചറസ് ആണ്. ദേ മൈറ്റ് ഹാവ് ടു ട്രാവൽ ഇൻ അൺസേഫ് ബോട്ട്സ് ഓർ വാക്ക് ഫോർ എ വെരി ലോങ് ടൈം ഫേസിങ് മെനി റിസ്ക്സ് അലോങ് ദി വേ. വഴിയിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളും റിസ്കുകളൊക്കെ നേരിട്ടുകൊണ്ട് ഒരുപാട് ദൂരം നടക്കേണ്ടി വരും ചിലപ്പോൾ. അല്ലെങ്കിൽ സേഫ് അല്ലാത്ത ബോട്ടുകളൊക്കെ യാത്ര ചെയ്യേണ്ടി വരും ഇങ്ങനെയുള്ള ആൾക്കാർക്ക്. വെൻ ദേ അറൈവ് സംവെയർ ദേ ഓഫൻ ഡോണ്ട് ഹാവ് എ പ്രോപ്പർ പ്ലേസ് ടു ലിവ്. ഇനി അങ്ങനെ അവരെ എവിടെയെങ്കിലും എത്തിച്ചേർന്നാലോ അവർക്ക് കൃത്യമായിട്ട് തങ്ങാൻ ഒരിടം ഉണ്ടാവണം എന്നില്ല. ദേ മൈറ്റ് സ്റ്റേ ഇൻ crowded that are in very comfortable or safe. ചിലപ്പോൾ അവര് എവിടെ നിൽക്കേണ്ടി വരും? ക്രൗഡഡ് ആയിട്ടുള്ള പ്ലേസിൽ, അതായത് വളരെയധികം ആൾക്കാർ തിങ്ങി താർക്കുന്ന സ്ഥലത്തൊക്കെ നിൽക്കേണ്ടി വരും. അത് അത്ര കംഫർട്ടബിളോ സേഫ് ആയിരിക്കണം എന്നില്ല. ഗെറ്റിംഗ് എനഫ് ഫുഡ് ആൻഡ് ക്ലീൻ വാട്ടർ ഈസ് എ ബിഗ് ചലഞ്ച്. നല്ല ആവശ്യത്തിനുള്ള ഭക്ഷണം ലഭിക്കുക, അല്ലെങ്കിൽ ശുദ്ധമായ വെള്ളം ലഭിക്കുക എന്നുള്ളത് പറഞ്ഞാൽ എന്താണ്? അത് വെല്ലുവിളിയാണ്. It is also hard for them to get the medicine they need when they are unwell. സുഖമില്ലാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ അസുഖബാധിതരാകുമ്പോൾ ആവശ്യത്തിനുള്ള മെഡിസിൻ കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധിമുട്ടാണ്. ഗോയിങ് ടു സ്കൂൾ ഇസ് വെരി ഓഫൻ നോട്ട് പോസിബിൾ ഫോർ റെഫ്യൂജി ചിൽഡ്രൻ. സ്കൂളിലേക്ക് പോകുക എന്ന് പറഞ്ഞാലും ഈ അഭയാർത്ഥികളായ കുട്ടികൾക്ക് അത്ര സാധ്യമായ കാര്യമല്ല. ദേ മിസ് ഔട്ട് ഓൺ ലേണിംഗ്, അവർക്ക് പഠനമൊക്കെ മിസ്സാവുന്നു. ആൻഡ് പ്ലേയിങ് വിത്ത് ഫ്രണ്ട്സ്, സുഹൃത്തുക്കളോടൊപ്പം കളിക്കുന്നൊക്കെ മിസ്സാവുന്നുണ്ട്. വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദം. അത് അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ള സുഹൃത്തുക്കളുടെ കൂടെ കളിക്കലും അതുപോലെ പഠിക്കലൊക്കെ അവർക്ക് മിസ്സാവുന്നു. Many grown-ups who are refugees find it very hard to find work.
വളർന്ന ആൾക്കാരുണ്ടല്ലോ, അഭയാർത്ഥികളായിട്ടുള്ള മുതിർന്ന ആൾക്കാർ, അവർക്ക് ജോലി കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ദിസ് മീൻസ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? ദേ ഡോണ്ട് ഹാവ് മണി ടു ബൈ തിങ്സ് ലൈക്ക് ഫുഡ് ആൻഡ് ക്ലോത്ത്സ് ഫോർ ദെയർ ഫാമിലീസ്. അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണമോ വസ്ത്രം വാങ്ങാനൊന്നും അവരുടെ കയ്യിൽ പണമില്ല എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. റെഫ്യൂജീസ് ഓഫൻ ഫീൽ സ്കേർഡ് ആൻഡ് വറീഡ് അബൌട്ട് വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്. അടുത്തതായിട്ട് എന്ത് സംഭവിക്കുമെന്നതിനെ കുറിച്ച് എപ്പോഴും പേടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും നമ്മുടെ അഭയാർത്ഥികൾ. ദേ നീഡ് എ ലോട്ട് ഓഫ് ഹെൽപ്പ്. അവർക്ക് ഒരുപാട് സഹായങ്ങൾ ആവശ്യമാണ്. ആൻഡ് കൈൻഡ്നസ്, ദയ ആവശ്യമാണ്. ഫ്രം അതേഴ്സ്, മറ്റുള്ളവരിൽ നിന്നും. ടു ഫീൽ സേഫ് ആൻഡ് ഹാവ് ഹോപ്പ് ഫോർ ദി ഫ്യൂച്ചർ. എന്തിനാണ് ടു ഫീൽ സേഫ്? സുരക്ഷിതരാണെന്ന് തോന്നാൻ വേണ്ടിയിട്ട്. ആൻഡ് ഹാവ് ഹോപ്പ് ഫോർ ദി ഫ്യൂച്ചർ, ഭാവിയെ കുറിച്ച് ഒരു പ്രതീക്ഷ ഉണ്ടാവാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ സഹായവും കൈൻഡ്നസ്, ദയയും ഒക്കെ അവർക്ക് ആവശ്യമാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് റെഫ്യൂജീസ്, നമ്മൾ അഭയാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി ആക്ടിവിറ്റി നമ്പർ 4, പ്രിപ്പയർ ക്യാരക്ടർ സ്കെച്ചസ് ഓഫ് സ്പിൽമാൻ ആൻഡ് ദി ജർമ്മൻ ഓഫീസർ ഹൈലൈറ്റിംഗ് ദെയർ ബോണ്ട് ഓഫ് ട്രസ്റ്റ് ആൻഡ് ലോയൽറ്റി. അപ്പോൾ അവർ തമ്മിലുള്ള ബന്ധവും വിശ്വാസമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അവർ രണ്ടുപേരുടെയും, അതായത് സ്പിൽമാന്റെയും ജർമ്മൻ ഓഫീസറുടെയും ക്യാരക്ടർ സ്കെച്ച് ചെയ്താനാണ്. രണ്ടിവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്തൊക്കെയാണ് നമുക്ക് വായിച്ചു നോക്കാം. ക്യാരക്ടർ സ്കെച്ച് വാട്സാപ്പ് സ്പിൽമാൻ. ആദ്യം വാട്സാപ്പ് സ്പിൽമാന്റെ ക്യാരക്ടർ സ്കെച്ച് ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? വാട്സാപ്പ് സ്പിൽമാൻ വാസ് എ ടാലന്റഡ് പിയാനോ പ്ലെയർ ഹൂസ് ലൈഫ് ബിക്കെയിം വെരി ഡിഫിക്കൽട്ട് ഡ്യൂറിംഗ് എ ബിഗ് വാർ. He was Jewish and he had to hide in secret places to stay alive. At first, he was very scared and weak, feeling like he couldn't move. His hands were even stiff and dirty because he hadn't played the piano for a long, long time. He was very lonely, feeling like he was the loneliest person in the world. Even though he faced terrible things like hearing loud noises and worrying about being found, Spillman kept a strong hope inside him. He was very thankful for the German officer who helped him. He even told the officer his name, hoping to help him back someday when the war was over. Spillman showed that even when everything is scary and hard, people can still be brave and wish for a better future. He eventually survived and became free again. അടുത്തതായിട്ട് ക്യാരക്ടർ സ്കെച്ച് ദ ജർമ്മൻ ഓഫീസറാണ്. വിം ഹസൻഫെൽഡ് എന്ന് പറയുന്ന ആ ഒരു ജർമ്മൻ ഓഫീസറുടെ ക്യാരക്ടർ സ്കെച്ചാണ്. ദ ജർമ്മൻ ഓഫീസർ ഹൂസ് നെയിം വാസ് വിം ഹസൻഫെൽഡ് വാസ് എ വെരി കൈൻഡ് ആൻഡ് ബ്രേവ് മാൻ, which was surprising during the war. When he met Spillman, he quickly showed he didn't want to hurt him at all. Instead, he wanted to help. He made sure Spillman could hide safely, even checking the attic for good spots. He brought Spillman food like bread and jam and make sure he didn't starve. He also gave Spillman a warm blanket and even his own military coat to keep him from getting too cold. The officer told Spillman to hang on and not give up hope, showing that he truly cared. He even said he was ashamed of bad things his country was doing. This officer risked his own safety many times to help Spillman, proving that even in bad times, some people choose to be good and loyal friends. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്യാരക്ടർ സ്കെച്ച് ആയിട്ട് ജർമ്മൻ ഓഫീസറുടെ ക്യാരക്ടർ സ്കെച്ച് ആയിട്ട് എഴുതാൻ പറ്റുന്നത്. അടുത്തതായിട്ട് അതിൽ ഏറ്റവും അവസാനത്തെ ആക്ടിവിറ്റിയാണ് ആക്ടിവിറ്റി നമ്പർ 5. A poster exhibition as a part of anti-war campaign to raise awareness about the devastating effects of war and the importance of promoting peace. സമാധാനം പ്രൊമോട്ട് ചെയ്യുന്നതിന്റെയും അതുപോലെ തന്നെ യുദ്ധം അവസാനിക്കുന്നതിന്റെയും അതിന്റെ നാശനഷ്ടങ്ങളെ കുറിച്ചൊക്കെ ജനങ്ങളുള്ളിൽ ബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആന്റി വാർ ക്യാമ്പയിൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റർ എക്സിബിഷൻ നടത്താനാണ്. ആ പോസ്റ്ററുകളൊക്കെ കുറെ പോസ്റ്ററുകൾ ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ ഒരു എക്സിബിഷൻ നടത്തുന്നതിനെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലെ? അപ്പൊ അതിനെ പറ്റിയ, അതായത് നമ്മൾ ഒന്നാമത്തെ ആക്ടിവിറ്റിയിൽ പറഞ്ഞ അതേപോലത്തെ ഒരു ആക്ടിവിറ്റിയാണ് ആക്ടിവിറ്റി നമ്പർ 5. അപ്പൊ അതിന് വേണ്ട ചില പോസ്റ്ററുകൾ എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്.